മിഷൻ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ നടത്തുകയാണ്. ധാരാളം യുവ സംരംഭകരാണ് ഈ ഒരു എക്സ്പോയിൽ പങ്കെടുത്തിരിക്കുന്നത്. നമുക്കിതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഹായ്, എൻ്റെ പേര് ശിവപ്രസാദ്. ഞാൻ ഓട്ടോണോമസ് അൺമാൻഡ് എയർലൈൻ സിസ്റ്റത്തിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസറാണ്. 2018 കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ ഡ്രോൺ ഫീൽഡിലോട്ട് കടന്നു വരുന്നത്. ആദ്യമായിട്ട് ഡ്രോൺ ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, കസ്റ്റം അസംബ്ലിങ് ഇതായിരുന്നു ഞങ്ങൾ ഫ്രീലാൻസിങ് ആയിട്ടുള്ളൊരു വർക്ക്. ഞാനും എൻ്റെ ഫ്രണ്ട് അജിത്ത്, പിന്നെ ആദർശ്, ശശ്വന്ത്, ഞങ്ങളിങ്ങനെ 4 പേരായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരുന്നത്. കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ പിന്നീടാണ് മാനുഫാക്ചറിങ് സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതേപോലെ തന്നെ പൈലറ്റ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ആ സമയത്താണ് നമ്മുടെ ദിശ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൗണ്ടേഷനായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നത് ഡ്രോൺ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞുള്ളൊരു സെക്ടറായിട്ട്. അതിൻ്റെ അണ്ടറിൽ FTOs, ഫ്ലൈറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷനായിട്ട് കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് പല കമ്പനികൾക്കും ചാൻസുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പല FTOസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ASAP, കേരള ഗവൺമെൻറ് ASAPുമായിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 കാലഘട്ടത്തിൽ. കൊറോണ തുടക്ക കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ RPTO, റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതും ഇന്നിപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ASAPുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് 2022 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏകദേശം 2 വർഷം എടുത്തു ഞങ്ങൾ ആ ഒരു RPTO ഡിസൈൻ ചെയ്ത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ഡിസൈൻ ചെയ്ത് ആ ഒരു സെക്ടറിലോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട്. വന്നതിന് ശേഷം തന്നെ നമ്മളിപ്പോൾ കറൻ്റ്ലി ഈ പറയുന്ന 2025 ഏകദേശം 300ഓളം സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തു, ഇൻക്ലൂഡിങ് പല ഫേമസ് മീഡിയാസിലുള്ള ക്യാമറാമാൻമാരെ തൊട്ട് കേരള പോലീസ്, പിന്നെ അതേപോലെ തന്നെ കുടുംബശ്രീ, അങ്ങനെ ഒരുപാട് പബ്ലിക് സ്റ്റുഡൻസ് എല്ലാവരെയും നമ്മൾ ട്രെയിൻ ചെയ്ത് ഇപ്പോൾ കറൻ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് നടന്നുകൊണ്ട് വരുന്നു. Hi, my name is Amalendu Elizabeth. I'm representing Malgar Entertainments and subsidiary company Malgar Edu. ഞാൻ അവരുടെ ബിസിനസ് ഗവേണൻസ് എക്സിക്യൂട്ടീവ് ആണ്. മെയിൻലി ഞങ്ങൾ AVGC XR ഫോക്കസ് ചെയ്യുന്ന ഒരു ഫേമാണ് മാൽഗർ, ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ് ഇൻകോർപ്പറേറ്റഡ് ആസ് ആൻ LLP. ഞങ്ങൾക്കൊരു സബ്സിഡിയറി കമ്പനി കൂടിയുണ്ട്, മാൽഗർ എഡ്യൂ മെയിൻലി, ആൻഡ് വി ആർ ദ ഒഫീഷ്യൽ ട്രെയിനിങ് പാർട്ട്നേഴ്സ് ഓഫ് ASAP. AVGC XR മാത്രമല്ലാതെ വി ഹാവ് ആനിമേഷൻ, ബോത്ത് 2D ആൻഡ് 3D. അതോടൊപ്പം തന്നെ വി ഹാവ് ഗെയിം ഡെവലപ്മെൻറ്റ്സ്, ഫിലിം പ്രൊഡക്ഷൻസ്, VFX, അങ്ങനെ എല്ലാവിധ എക്സ്റ്റൻഡഡ് റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി അടക്കമുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേമാണ്. ആൻഡ് വി സ്റ്റാർട്ടഡ് ആസ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. കൊറോണ ടൈമിലായിരുന്നു ആക്ച്വലി ഞങ്ങളുടെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ. ആൻഡ് നൗ വി ഹാവ് ആൻ ഓഫീസ് ഇൻ കാക്കനാട്. ഹായ്, എൻ്റെ പേര് ശ്യാം പ്രദീപ് ആലിൽ. ഞാൻ ഇൻഫ്യൂസറിയുടെ കോഫൗണ്ടറാണ്. ഇൻഫ്യൂസറി ഒരു കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പാണ്. ഒരു വിദ്യാർത്ഥി സംരംഭമായി 2018 ഇൻഫ്യൂസറി തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസ്, റേഡിയോ മാംഗോ, ടഫേ പോലുള്ള കമ്പനികളുടെ AR/VR പ്രോജക്ട്സുകൾ ചെയ്യുകയുണ്ടായി. അതിനുശേഷം 2020 ട്യൂട്ടർ ലോഞ്ച് ചെയ്യുന്നത്. ട്യൂട്ടർ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്നതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ 5000 3D മോഡൽസിൻ്റെ ഒരു ലൈബ്രറി ആയിട്ട് വരുന്നൊരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആപ്പാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലൂടെ മാത്രമല്ല, വെർച്വൽ റിയാലിറ്റിയുടെയും മിക്സഡ് റിയാലിറ്റിയുടെയും ട്യൂട്ടർ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. 2020 ട്യൂട്ടർ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് 5000-ലേറെ സ്കൂളുകളിൽ 5 രാജ്യങ്ങളിലായി ട്യൂട്ടർ ഉപയോഗിക്കുന്നു. ഈ അടുത്ത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ 121 ട്രൈബൽ സ്കൂളുകളിലും ട്യൂട്ടർ യൂസ് ചെയ്യാൻ സാധിച്ചു. ട്യൂട്ടർ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലൂടെ മാത്രമല്ല, മിക്സഡ് റിയാലിറ്റിയിലൂടെയും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ മിക്സഡ് റിയാലിറ്റി പ്രോജക്റ്റും ലോഞ്ച് ചെയ്യുന്നതാണ്. നമസ്കാരം,
എൻ്റെ പേര് ആയിഷ. ഞാൻ ബോൺ വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ ബേസിക്കലി ബോൺ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു പാഡി 5-star IDC ഡൈവ് റിസോർട്ടാണ്. അതുപോലെ തന്നെ അസാപ്പിൻ്റെ ട്രെയിനിങ് പാർട്ട്നേഴ്സ് കൂടിയാണ് ഞങ്ങൾ. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസും അതുപോലെ തന്നെ ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന 2012 മുതൽ കോവളം ലൊക്കേറ്റ് ചെയ്തും കോവളവും അതുപോലെ തന്നെ ആലപ്പുഴയും ലൊക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ബേസിക്കലി നമ്മുടെ കമ്പനി വന്നിട്ട് കഴിഞ്ഞ ഒരു 12 വർഷത്തോളമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അതിൽ നമ്മൾ സ്കൂബ ഡൈവിംഗ് സ്പെഷ്യലൈസേഷൻ കോഴ്സസും അതുപോലെ തന്നെ മെർമൈഡിങ് സ്പെഷ്യലൈസേഷൻ കോഴ്സസും എല്ലാം നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. Hi, I'm Sony Varghese, the director of C-Moto Electric Engines Private Limited. ബേസിക്കലി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഇലക്ട്രിക് ഔട്ട്ബോർഡ് മോട്ടോഴ്സാണ്. ബോട്ട് ഇലക്ട്രിക്കലി പ്രൊപ്പൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻസാണിത്. ഇത് ഫുള്ളി മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട് മാർക്കറ്റിലുണ്ട്. വി ആർ സെല്ലിങ് അവർ എൻജിൻസ് അക്രോസ് ഇന്ത്യ. പല ആപ്ലിക്കേഷനും നമ്മുടെ എൻജിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫെറി ബോട്ട് ഓപ്പറേഷൻ, പിന്നെ അതുപോലെ ടൂറിസ്റ്റ് ബോട്ട്, ഫിഷിംഗ് ബോട്ടുകൾ, സർവേ ബോട്ടുകൾ, ഇങ്ങനെ പല ബോട്ടുകൾക്കും നമ്മുടെ എൻജിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എൻജിൻസിൻ്റെ പ്രത്യേകത ഇത് 0 പൊല്യൂഷനാണ്, പൊല്യൂഷൻ ഫ്രീ എൻജിൻസാണ്. പിന്നെ കംപ്ലീറ്റ്ലി ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് സൗണ്ടില്ല, വളരെ സൈലൻ്റ് ആണ്, വൈബ്രേഷനും ഇല്ല. ഇതാണ് മെയിൻ നമ്മുടെ എൻജിൻസിൻ്റെ ഒരു മെയിൻ യൂണീക്നെസ്. അതാണ് ഇന്ത്യയിൽ ഈ ഒരു ടെക്നോളജി വേറെ ആരും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതൊരു ഡയറക്റ്റ് ഡ്രൈവ് ടെക്നോളജിയാണ്. ഇതിനകത്ത് മോട്ടർ തന്നെ വെള്ളത്തിനടിയിലാണ് പ്ലേസ് ആവുക. എൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. ഞാൻ ഹേ ഫാർമർ എന്ന കമ്പനിയുടെ കോ-ഫൗണ്ടറും CEO ആണ്. ഞങ്ങൾ 4 ഫ്രണ്ട്സ് ചേർന്ന് തുടങ്ങിയ കമ്പനിയാണ് ഹേ ഫാർമർ. കറൻ്റ് ഞങ്ങൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വീട്ടിൽ തന്നെ ഗ്രോ ചെയ്യുന്ന കൺസെപ്റ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിന് ഞങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫാമിംഗ് ടെക്നിക്കാണ് ക്വിക്ക് ഫാമിംഗ്. ക്വിക്ക് ഫാമിംഗ് എന്നാൽ ഒരു 10 minutes ഫാമിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 നിമിഷം മാത്രം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി വീട്ടിൽ തന്നെ ഗ്രോ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ഞങ്ങളുടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ്. എയറോപോഡ് എന്നാണ് സിസ്റ്റത്തിൻ്റെ പേര്. ഇതിനകത്ത് 72 പ്ലാന്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ഗ്രോ ചെയ്യാൻ കഴിയുക. അപ് ടു 30 kg ആണ് നമുക്ക് ഇതിനകത്ത് ഗ്രോ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എൻ്റെ കൂടെയുള്ള 2 പേര് എഞ്ചിനീയേഴ്സും അതേപോലെ ഒരാൾ MBA ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഹായ്, എൻ്റെ പേര് ഡോക്ടർ ശിവദ്. ഐ എം എ ഡെന്റിസ്റ്റ്. അപ്പോൾ ഞാൻ സെലസ്റ്റിയൽ ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുടെ ഫൗണ്ടറാണ്. ഞാനും ഡോക്ടർ ആദർശുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. സോ ബേസിക്കലി വി ഡീൽ വിത്ത് അലൈനേഴ്സ്. നമ്മൾ ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള 3D പ്രിൻറ്റിംഗ് റെസിൻ വി മെയ്ഡ്, വിച്ച് ഇസ് എ നോൺ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ടോക്സിക് റെസിൻ. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ അലൈനർ സിസ്റ്റത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അറ്റാച്ച്മെൻറ്റ് ഫ്രീ ആയിട്ടുള്ള അലൈനേഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹാസിൽ ഫ്രീ സിസ്റ്റം. പിന്നെ നമ്മൾ ഈ ടൂത്ത് ജുവൽസും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയും നമ്മളുടെ തന്നെയാണ്. നമുക്കാണെങ്കിൽ ഓൾമോസ്റ്റ് 4 പേറ്റന്റ് പെൻഡിങ് ഡിസൈൻസ് ഈ അലൈനേഴ്സിൽ തന്നെയുണ്ട്. വി ഓൾസോ ഫോക്കസ് ഓൺ ബോൺ പ്രിൻറ്റിംഗ് ആൻഡ് ഓൾ. ആൻഡ് അതിന് നമുക്ക് പേറ്റൻസും കാര്യങ്ങളുണ്ട്. വി ഡെവലപ്പ് ദി ഫസ്റ്റ് എവർ ബോൺ ഗ്രാഫ് 3D പ്രിൻ്റർ. എൻ്റെ പേര് ഇംതിയാസ്. നമ്മുടെ കമ്പനിയുടെ പേര് എക്സോബോണിക് ഇന്നോവേഷൻസ് എന്നാണ്. ഇത് ഒരു മെഡിക്കൽ റോബോട്ടിക് എക്സോസ്കെൽറ്റാണ്. മേജർലി ഫോർ സ്ട്രോക്ക് വന്ന് നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് പിന്നെയും നടന്ന് തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിക്കൽ അസിസ്റ്റീവ് റോബോട്ടായത്. നമ്മളിത് 3 കൊല്ലമായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുക. നമ്മൾ ഫെബ്രുവരി 10th തൊട്ട് ഇവിടെ ഇൻക്യുബേറ്റഡാണ്. ഹായ്, ഐ ആം മുഹമ്മദ് അസ്വർ, കോ-ഫൗണ്ടർ ഓഫ് ഓട്ടോബോണിക്സ്. സോ ഞങ്ങൾ കമ്പനിയുടെ പേര് ബോണിക്.a എന്ന ബ്രാൻഡിങ്ങിലാണ് ഞങ്ങൾ ഓട്ടോബോണിക്സ് എന്ന് പറയുന്ന കമ്പനി വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ എഡ്യൂടെക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ കാണുന്ന ഞങ്ങളുടെ ബോണിക്.പോട്ട് A1 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ അതായത് മെയിനായിട്ടും ഇപ്പോൾ നമ്മുടെ സ്കൂൾസിൽ കോളേജസിലൊക്കെ ഇനി വരാൻ പോകുന്ന കാലത്തിന് വേണ്ടി സ്റ്റുഡൻസിനെ റെഡിയാക്കാനായിട്ട് റിയൽ ആയിട്ടുള്ള റോബോട്ടിക്സ് കൊടുത്ത് റെഡിയാക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ എൻഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾസ്, കോളേജസ്, വേറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെയാണ്. സോ ഇത് വേറൊരു കമ്പനിയുടെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ബോണിക്.പോട്ട് S1 എന്ന് പറയും. അത് നമ്മുടെ ഇച്ചിരി ഹൈ എൻഡ് വെർഷൻ, അതായത് ഒരു 17 degree ഓഫ് ഫ്രീഡം ഉള്ള ഒരു ഇച്ചിരി വലിയൊരു റോബോട്ടാണ്. അത് വെച്ചിട്ട് സ്റ്റുഡൻസ്
സ്റ്റുഡൻസിന് ഏറ്റവും ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള റോബോട്ടിക്സ് ആൻഡ് AI പഠിക്കാനായിട്ട് പറ്റും. താങ്ക് യു. Hi everyone, Midun here. So I'm the co-founder of Just Technologies. So നമ്മളിവിടെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റായി ജസ്റ്റ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള CCTV ക്യാമറയിനകത്ത് AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ്. അതായത് നിങ്ങളുടെ അവിടെ എവിടെ CCTV ക്യാമറ ഉണ്ടെങ്കിലും അതിൻ്റെ എഫിഷ്യൻസി ഒരു 1000 ടൈംസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. സോ ഒരു CCTV ക്യാമറ താഴെയുള്ള എന്ത് ഒബ്ജക്റ്റും എന്ത് ഇവൻറ്റും എന്ത് ആക്ടിവിറ്റിയും അത് എന്തും ആവാം, അത് ഡിറ്റക്ട് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ മോൾസിൽ ഈ പറഞ്ഞ പോലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലും വരികയാണെങ്കിലോ അല്ലെങ്കിൽ മാൻ മിസ്സിംഗ് കേസ് ആണെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ തന്നെ അയാൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഒരു വീടുകളാണെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി പെർമിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എത്ര ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട്, ആ സമയത്ത് ആരെങ്കിലും ചാടുന്നുണ്ടോ കള്ളന്മാർ വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓഫീസ് സ്പേസിനകത്ത് എംപ്ലോയീസിന് എഫിഷ്യൻസി മോണിറ്റർ ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ഷൻ സൈറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് ടെക്നോളജിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജസ്റ്റ്. ഹായ് ഗൈസ്, എൻ്റെ പേര് അലൻ. ഞാനൊരു BTech CSE ഗ്രാജുവേറ്റ് ആണ് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള വേസ്റ്റ് ബിൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, പേപ്പർ, പ്ലാസ്റ്റിക്, അതർ, അങ്ങനെ പല കാറ്റഗറീസ്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടോ? എപ്പോഴും അത് മിക്സഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ക്യാഷ്ട്രോയുടെ ഈ ഒരു ബിൻ ഇപ്പോൾ ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഇപ്പം 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്: പേപ്പർ, പ്ലാസ്റ്റിക്, അതർ. ഇപ്പം ഒരു യൂസർ ഒരു വേസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും ഏത് കാറ്റഗറിയാണ് കൊണ്ടുവരുന്നത്. സോ അത് വേണ്ടിയുള്ള കമ്പാർട്ട്മെൻറ്റ് ലിഡ് മാത്രം ഓപ്പൺ ചെയ്യും. സോ അറ്റ് എ ടൈം ഒരു ലിഡ് മാത്രം ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ യൂസർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിനൊരു യൂസ് കേസ് വരുന്നത് വെച്ചാൽ ഓർഗനൈസേഷൻസിന് വേസ്റ്റ് മെഷർ ചെയ്യാൻ സാധിക്കും. ലൈക്ക് ഇപ്പം വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ വേസ്റ്റ് മെഷർ ചെയ്യണം. സോ ഇപ്പം ഓരോ കമ്പാർട്ട്മെൻറ്റിലും എത്ര കിലോഗ്രാം ഓഫ് പേപ്പർ, പ്ലാസ്റ്റിക് എന്താണെങ്കിലും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. ഫർദർ അതൊരു ESG ഓഡിറ്റിംഗ്, സസ്റ്റൈനബിലിറ്റി ഓഡിറ്റിംഗ്, കാർബൺ അക്കൗണ്ടിങ്ങിനൊക്കെ വേണ്ടിയുള്ള ഓഡിറ്റ് റെഡി ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് നമുക്കുള്ളത്. സോ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കം ഹാർഡ്വെയർ ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷനാണ് ക്യാഷ്ക്രോ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ എക്സ്പെക്ടേഷൻ വർക്കേഴ്സ് GenAI റിസർച്ച് ആൻഡ് പ്രൈവറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മുടെ ഒരു പ്രോജക്റ്റ് ആണ് സ്മൈൽ AI ട്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു AI ട്യൂട്ടർ ആണ്. ലൈക്ക് AI ഈസ് ടീച്ചിങ് AI. ഇതാണ് നമ്മുടെ ബേസിക് ഗോൾ. നമ്മളിപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഈ വർഷം മാർച്ച് 2025 തന്നെയാണ്. സോ ഇത്രയും ഒരു ടൈം പീരീഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊജക്റ്റാണ് സ്മൈൽ AI ട്യൂട്ടർ എന്ന് പറയുന്നത്. എൻ്റെ പേര് ഡെൻസിൽ ആൻ്റണി. XR ഹൊറൈസൺ ആണ് കമ്പനിയുടെ പേര്. ഞങ്ങൾ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ആ മേഖലയിൽ 3 പ്രോഡക്റ്റുകൾ XR ഹൊറൈസൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഒരു എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റാണ്, ഇമേഴ്സീവ് ലേണിംഗ് സൊല്യൂഷൻസ് എന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു സാധാരണ മുൻപ് കൺവെൻഷണൽ മാതൃകയിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ഇമേഴ്സീവായിട്ടും കൂടുതൽ ഇൻ്ററാക്റ്റീവായിട്ടും വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി എൻവയോൺമെൻറ്റ്സോ സാഹചര്യങ്ങളോ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസോ ഒക്കെ പഠിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അത് എഡ്യൂക്കേഷനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, സ്കൂളുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് ഹെൽത്ത് കെയറിലാണ് ഒരു പ്രോഡക്റ്റ്. അതൊരു സർജിക്കൽ സൊല്യൂഷനാണ്. സർജിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് റിയാലിറ്റി സർജിക്കൽ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി ഡോക്ടേഴ്സിന്, സർജൻസിന് കുറച്ചുകൂടി എളുപ്പമാക്കുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളായി 3 സർജറികൾ വെച്ച് അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെവലിലേക്ക് അതിനെ സ്കെയിൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മൂന്നാമത്തേത് ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സൊല്യൂഷനാണ്. ഒരു ഓയിൽ റിഗിൻ്റെ ഡിജിറ്റൽ ട്വിൻ ഡെവലപ്പ് ചെയ്ത് അതിനുള്ളിലെ പ്രോട്ടോകോൾസും സേഫ്റ്റി മെഷേഴ്സും ഒക്കെ ട്രെയിനികളായ ആളുകളെ, ഫ്രഷേഴ്സിനെയൊക്കെ പഠിപ്പിക്കാനുള്ള 6 മൊഡ്യൂളുകൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടുത്തെ ചില ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചില കമ്പനികളും ഉപയോഗിക്കുന്നുണ്ട്. ഇത് 3ആണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ. ഇനി അടുത്ത ലെവലിലേക്ക് കമ്പനിയെ കൊണ്ടുപോവുക, ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യുക, കമ്പനിയുടെ പ്രവർത്തനം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിഷൻ. ലോകത്തിലെ ഏതൊരു വലിയ
ബിസിനസ് സാമ്രാജ്യവും ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് ഇതുപോലുള്ള ചെറിയ ആശയങ്ങളിൽ നിന്നാണ്. ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റും സേവനവും മാത്രമല്ല തുടങ്ങുന്നത്, ധാരാളം തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ പുതിയ ഇൻഡസ്ട്രിയുടെ അവസരങ്ങളുമാണ് തുറന്നു കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട സ്റ്റാർട്ടപ്പുകളിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത സ്റ്റാർട്ടപ്പ് ഏതാണ്? താഴെ കമന്റ് ചെയ്യും.